ഓക്കെ, നമ്മൾ അടുത്തപ്പോൾ ചെയ്യാൻ പോകുന്നത് ലോങ് ബൈ ക്രോൺ ആണ് മൂണിൻ്റെ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 17th January 2008 PM DR ലാറ്റ് ലോങ് തന്നിട്ടുണ്ട്. 34 degree 56 minutes നോർത്തും 93 degree 30 minutes വെസ്റ്റും. മൂണിൻ്റെ അപ്പർ ലിംബ് സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വന്നിട്ടുണ്ട് 48 degree 15.4. ക്രോൺ ടൈം ആണ് തന്നേക്കുന്നത് 10 hours 44 minutes 12 seconds. എറർ വന്നിട്ടുണ്ട് 3 minutes 29 seconds സ്ലോ. ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത് 2.8 minutes ഓണും ഹൈറ്റ് ഓഫ് 16 meter. അപ്പോൾ നമുക്ക് എറർ തന്നേക്കുവാണ്, ക്രോണോമീറ്റർ ടൈം വന്നേക്കുന്നത്. എറർ തന്നേക്കുവാണ് 3 minutes 29 seconds സ്ലോ എന്ന്. സ്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ക്രോണോമീറ്റർ ടൈമിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എറർ മൈനസ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ക്രോണോമീറ്റർ ടൈം വെച്ച് നമ്മൾ GMT ആ ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് PM നമ്മുടെ LMT എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സെയിം ഇതെന്ന് പറഞ്ഞാൽ ഐദർ ഈ 10 hours എന്ന് പറഞ്ഞാൽ 10 hour മോർണിംഗിലും ആകാം, 10 hour PM-ലും ആകാം. അതായത് പ്ലസ് 12 hours, അതായത് 22 hours ആകാം. ഈ 10 hour ആകാം, 22 hour ആകാം. ഇവിടെ നമുക്ക് 10 hour വെച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് LMT കിട്ടിയത് മോർണിംഗിലാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന PM എന്നാണ്. ഇവിടെ നമ്മൾ 22 hour വെച്ച് നമ്മൾ LMT ചെക്ക് ചെയ്തു, നമുക്ക് PM-ൽ കിട്ടി. അപ്പോൾ നമ്മുടെ GMT എന്ന് പറയുന്നത് 17th day 22nd hour 47th minute 41 seconds ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ അലമനാക്ക് എടുത്തു. January 17th എടുത്തു. GH എടുക്കുക. January 17th 22nd hour 35 degree 33.1 minutes. ഈ കറക്ഷൻ 5.4 എടുത്തു. പിന്നെ നമ്മൾ ഡെക്ലിനേഷനും കൂടെ എടുത്തു. 24 degree 1.5 minutes. ഈ കറക്ഷൻ എന്ന് പറഞ്ഞാൽ 9.1 minutes. ഡെക്ലിനേഷൻ താഴത്തോട്ട് പോകുമ്പോൾ കുറയും. താഴത്തത് കൂടുമായതുകൊണ്ട്, താഴത്തോട്ടുള്ളത് കൂടുമായതുകൊണ്ട് നമ്മൾ ഡി കറക്ഷൻ ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. HP കറക്ഷനും എഴുതി വെച്ചു 59.7 minutes. അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞ് നമ്മൾ ഇൻക്രിമെൻറ്റ് ടേബിളിലോട്ട് പോയി. 47th minute ഇവിടെ നമുക്ക് GMT കിട്ടിയത് 47 minutes 41 seconds ആയതുകൊണ്ട് 41 minutes പോയി. 47 minute 41 seconds മൂന്നിൻ്റെ ഇൻക്രിമെൻറ്റ് കണ്ടുപിടിച്ചു. 11 degree 22.7 minutes. അത് നമ്മുടെ GH കൂടെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ 5.4, അതായത് വി കറക്ഷൻ 5.4 എടുത്തു. 4.3 ആണ് അതിൻ്റെ പാരലലായിട്ടുള്ളത്. അതും ഇവിടെ ആഡ് ചെയ്ത് നമുക്ക് പുതിയ GH കിട്ടി. ഇവിടെ നമ്മൾ LH എഴുതത്തില്ല. നമുക്ക് ഡി കറക്ഷൻ എന്ന് പറയുന്നത് 9.1 ആണ് കിട്ടിയത്. അതും ഇതേപോലെ തന്നെ ഈ സെയിം ടേബിളിൽ തന്നെ കണ്ടുപിടിച്ചു. 9.1 എന്ന് പറയുന്നത് 7.2 ആണ്. 7.2 ഡെക്ലിനേഷൻ്റെ കൂടെ ആഡ് ചെയ്തു, നമുക്ക് പുതിയ ഡെക്ലിനേഷൻ കിട്ടി. ഈ ഡെക്ലിനേഷനും ലാറ്റും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് L ഡിഫറൻസ് ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡെക്ലിനേഷനും ലാറ്റും സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, ഡിഫറൻറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ്. സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഇൻഡെക്സ് എറർ നമുക്ക് തന്നിരുന്നത് 2.8 minutes ഓണെന്നാണ്. അത് കാരണം നമ്മൾ അതിനെ മൈനസ് ചെയ്തു. ഒബ്സേർവ്സ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. ഡിപ്പ് നമുക്ക് തന്നിരുന്നത് 16 meter ആണ്. ലാസ്റ്റ് പേജിലോട്ട് പോവുക. ആ ഡിപ്പിൻ്റെ ടേബിളിൽ നിന്ന് 16 meter 7.1 എന്ന് കിട്ടും. ഇത് 16 meterന് 7 എന്ന് കിട്ടും. 7 മൈനസ് ചെയ്തു. അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. മെയിൻ കറക്ഷൻ എത്രയാണെന്ന് നോക്കുക. മെയിൻ കറക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ 48 degree മേളിൽ നമ്പറിങ് ഉണ്ട്. 48 degree എത്ര മിനിറ്റ്സാന്ന് നോക്കുക. 5 minutes. അപ്പോൾ ഈ 48.4-നും 48.3-നും ഇടയിൽ വരും. 48.3യോട് കൂടുതൽ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ 48.3 എടുക്കും. ഇവിടെ 48.3 എടുത്തു. അതിന് ആ സെയിം ഇതിൽ കൂടെ തന്നെ താഴത്തോട്ട് വന്നു. നമുക്ക് HP കിട്ടിയത് 59.7 ആണ്. ക്വസ്റ്റ്യനിൽ അപ്പർ ലിംബ് ആയതുകൊണ്ട് അപ്പർ ലിംബിൻ്റെ സൈഡിൽ കൂടെ താഴത്തോട്ട് വന്നു. 59.7ൻ്റെ വാല്യൂ എടുത്തു. 4.4 അവിടെ. അത് കഴിഞ്ഞിട്ട് -30 minutes ചെയ്തു. എന്തുകൊണ്ട്? അപ്പർ ലിംബ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ ട്രൂ ആൾട്ടിറ്റ്യൂഡാണ്. ആ ട്രൂ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് -90 degree ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് TZD. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാവ് P, വലിയ P കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ കയ്യിൽ ചെറിയ പി ഉണ്ട്, നമ്മുടെ TZ D ആണ് ചെറിയ പി. എൽ ഡിഫറൻസ് ഡി നമ്മൾ കണ്ടുപിടിച്ചു. ലാറ്റ് നമുക്കറിയാം. ഡിക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക. ഹാവ് പി മൈനസ് ഹാവ് എൽ ഡിഫറൻസ് ഡി ഡിവൈഡ് ബൈ കോസ് ലാറ്റ് ഇൻറ്റു കോസ് ഡിക്ലിനേഷൻ. ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് പി കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് ലോങ്ങിറ്റ്യൂഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് LH നമുക്ക് ഇവിടെ അപ്രോക്സിമേറ്റ് LH നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. GH മൈനസ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ അപ്രോക്സ് LH ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലോങ്ങിറ്റ്യൂഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൊലൈറ്റ് ആ സെയിം ലാറ്റിറ്റ്യൂഡിലുള്ള നമുക്ക് തന്നിരിക്കുന്ന ലാറ്റിറ്റ്യൂഡിലുള്ള ടൊലൈറ്റും മെറിഡിയൻ പാസേജും എടുക്കുക. ടൊലൈറ്റ് മെറിഡിയൻ പാസേജിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ LH എന്ന് പറയുന്നത് കിട്ടുന്ന പി തന്നെയായിരിക്കും. ഇപ്പോൾ മെറിഡിയൻ പാസേജ് ടൊലൈറ്റിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ മെറിഡിയൻ പാസേജ് ടൊലൈറ്റിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന പി മൈനസ് 360 ഡിഗ്രിയാണ് നമ്മുടെ LH. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 93 ഡിഗ്രി വെസ്റ്റ്. നമ്മൾ അപ്രോക്സിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 47 ഡിഗ്രിയിൽ നിന്ന് മൈനസ് 93 ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് വാല്യൂ ആവും. പ്ലസ് 360 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് LH കിട്ടുന്നത് 313 ഡിഗ്രി 26.5 മിനിറ്റ്സ് എന്ന് കിട്ടും. അത് ഈ പിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് LH കിട്ടി. ഇനി ഒരു ഫോർമുല ഉണ്ട്. LH ഈസ് ഈക്വൽ ടു GH പ്ലസ് ഓർ മൈനസ് ലോങ്. അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒബ്സേർവ്ഡ് ലോങ്ങിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് LH അറിയാം, GH അറിയാം. ഒബ്സേർവ്ഡ് ലോങ്ങിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഒബ്സേർവ്ഡ് ലോങ്ങിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ LH അറിയാം 313 ഡിഗ്രി 26.5 മിനിറ്റ്സ്. നമ്മൾ GH നമ്മൾ കണ്ടുപിടിച്ചു 47 ഡിഗ്രി 0.1 മിനിറ്റ്. LH നിന്ന് GH മൈനസ് ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, നമുക്കൊരു വാല്യൂ കിട്ടും. ഇവിടെ കിട്ടിയത് 266 ഡിഗ്രി 26.4. അങ്ങനെ ഒരു ലോങ്ങിറ്റ്യൂഡ് ഇല്ലാത്തത് കാരണം മൈനസ് 360 ഡിഗ്രി ചെയ്തു 93 ഡിഗ്രി 33.6 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇനി ഇത് വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ എന്ന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ GH അതായത് GHയുടെ വാല്യൂ LHയുടെ വാല്യൂവിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ്, LHയുടെ വാല്യൂ GHനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ്. ഇവിടെ GHയുടെ വാല്യൂ LHനേക്കാളും ചെറുതാണ്. ബട്ട് ഇവിടെ നമ്മൾ 360 ഡിഗ്രി മൈനസ് ചെയ്തു, അത് കാരണം ഈസ്റ്റ് മാറി വെസ്റ്റ് ആവും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അസിമത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എയും ബിയും കണ്ടുപിടിക്കുക. എയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടാൻ ലാറ്റ് അപ്പോൺ ടാൻ പി. ലാറ്റ് നമുക്കറിയാം. പി നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂയുടെ സൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈൻ. നോർത്ത് തന്നിരിക്കുന്നതെങ്കിൽ സൗത്ത് തന്നിരിക്കുന്നതെങ്കിൽ നോർത്ത്. ബി എന്ന് പറയുന്നത് ടാൻ ഡെക്ലിനേഷൻ അപ്പോൺ സൈൻ പി. ഡെക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, സൈൻ പി നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണോ ഡെക്ലിനേഷൻ്റെ സൈൻ അത് സെയിം. ഇനി ഇത് രണ്ടും കൂടെ ആഡ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് നമ്മുടെ സി. ഇത് നമ്മൾ വലുതിൽ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുക. ഇനിയിപ്പം സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, സെയിം സൈൻ തന്നെ കൊടുക്കുക. ഇനി അടുത്ത ഫോർമുല ടാൻ അസിമത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടാൻ അസിമത്ത് ഈസ് ഈക്വൽ ടു 1/c കോസ് ലാറ്റ്. അതായത് സി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, കോസ് ലാറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും ലാറ്റിറ്റ്യൂഡ്. അത് വെച്ച് നമ്മൾ ടാൻ അസിമത്ത് കണ്ടുപിടിക്കും. ടാൻ അപ്പുറത്തോട്ട് പോയി ടാൻ ഇൻവേഴ്സ് ആവും, അസിമത്ത് കിട്ടി. അത് പക്ഷേ നമുക്ക് കിട്ടുന്നത് ക്വാഡ്രൻറ്റ് ഫോമിലാണ്. അതിൻ്റെ നെയിമിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിയുടെ ഏത് സെയിം സൈന് നമ്മൾ സൗത്ത് അല്ലെ നോർത്തിൽ എടുക്കും, ഈസ്റ്റ് അല്ലെ വെസ്റ്റ് LHയുടെ വാല്യൂ വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. LH നമുക്കിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 313 ഡിഗ്രി 26.5 ആണ്. LH എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ LH ഗ്രേറ്റർ ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റും, LH ലെസ് ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റുമാണ്. ഇവിടെ നമുക്ക് LH ഗ്രേറ്റർ ദാൻ 180 ആയതുകൊണ്ട് ഈസ്റ്റ് എന്ന് വരും, സൗത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് 180 മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അസിമത്താണ് 92.1 ഡിഗ്രി. അത് പ്ലസ് ഓർ മൈനസ് 90 ഡിഗ്രി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് LOP. ഈ ഡയഗ്രാം വരയ്ക്കുക കഴിഞ്ഞു.